നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് ബിഗിനേഴ്സൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് എഴുതി അവർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഡെയിലി ക്ലാസ്സുകൾ ഉണ്ടാകും. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചുകൊള്ളുക. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഉത്തരപർവ്വത മേഖല നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയെ നമുക്ക് പലതായിട്ട് ഡിവൈഡ് ചെയ്യാമായിരുന്നു. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരസമതലങ്ങൾ, ദ്വീപുകൾ. അതിൽ ഉത്തരപർവ്വത മേഖലയെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. അതിൽ ട്രാൻസ് ഹിമാലയവും അതുപോലെ ഹിമാലയവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഡിവിഷനാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ഭാഗവും കൂടെ ആകുമ്പോൾ നമുക്ക് ആ ഒരു പോർഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് കിഴക്കൻ മലനിരകളെ കുറിച്ചുകൂടെ പഠിച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് തൊട്ട് പുതിയ പോർഷൻ പഠിക്കാം. നമുക്കിനി ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ കിഴക്കൻ മലനിരകളെ തന്നെയാണ് പൂർവാചൽ എന്ന പേരിലും അറിയപ്പെടുന്നത്. കിഴക്കൻ മലനിരകളുടെ മറ്റൊരു പേരെന്താണ്? പൂർവാചലാണ്. ഉത്തരപർവ്വത മേഖലയിൽ ഈ കിഴക്കൻ മലനിരകളിൽ ഒത്തിരി പ്രാദേശിക കുന്നുകളുണ്ട്. ഒത്തിരി പ്രാദേശിക കുന്നുകൾ ചേർന്നതാണ് ഈ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. അതിൽ നാഗാ കുന്നുകളുണ്ട്. നാഗാ കുന്നുകൾ എന്ന് പറയുമ്പോൾ എവിടെയാണ്? നാഗാലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന നാഗാ കുന്നുകൾ. മണിപ്പൂർ കുന്നുകൾ മണിപ്പൂരിലായിരിക്കും. ത്രിപുര കുന്നുകൾ, അതുപോലെ ഖാസി, ഖാരോ, ജയന്തിയ കുന്നുകൾ ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിലാണ്. അപ്പം നാഗാ കുന്നുകളുണ്ട്, മണിപ്പൂർ കുന്നുകളുണ്ട്, ത്രിപുര കുന്നുകളുണ്ട്, അതുപോലെ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ, മേഘാലയയിൽ സ്ഥിതി ചെയ്യുന്ന ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ ഇതെല്ലാം ചേരുന്നതാണ് പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ഇനി ഉത്തരപർവ്വത മേഖലയിലെ നിബിഡമായിട്ടുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നതും കിഴക്കൻ മലനിരകൾ അല്ലെങ്കിൽ പൂർവാചലിലാണ്. ഉത്തരപർവ്വത മേഖലയിലെ നിബിഡമായിട്ടുള്ള ഉഷ്ണമേഖലാ മഴക്കാടുകൾ, അപ്പോൾ ഏത് മേഖലയിലാണ് നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എവിടെയാണ്? കിഴക്കൻ മലനിരകളിലാണ്. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻ റാം ആണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മൗസിൻ റാം മേഘാലയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശമാണ് ചിറാപുഞ്ചി. ചിറാപുഞ്ചിയിലാണ് രണ്ടാമതായിട്ട് മഴ കൂടുതൽ ലഭിക്കുന്നത്. ഈ ചിറാപുഞ്ചിക്ക് മറ്റൊരു പേരുണ്ട്, സോഹ്ര എന്നാണ് ചിറാപുഞ്ചിയുടെ പുതിയ പേര്. പഴയ പേരാണ് ചിറാപുഞ്ചി, പുതിയ പേര് സോഹ്രയാണ്. അപ്പോൾ ഈ മൗസിൻ റാമും ചിറാപുഞ്ചിയും ഒക്കെ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ടാണ്. കിഴക്കൻ മലനിരകളുടെ ഭാഗമായിട്ടുള്ള ഖാസി കുന്നുകളിലാണ് ചിറാപുഞ്ചിയും മൗസിൻ റാമും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഖാസി, ഗാരോ, ജയന്തിയൊക്കെ എവിടെയാണ്? മേഘാലയയിലാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് മൗസിൻ റാം, രണ്ടാമത് മഴ ലഭിക്കുന്നത് എവിടെയാണ്? ചിറാപുഞ്ചിയിലാണ് എന്ന് അറിഞ്ഞിരിക്കുക. ചിറാപുഞ്ചിയും മൗസിൻ റാമും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഖാസി കുന്നുകളിലാണ്. ഈ ഖാസി, ഗാരോ, ജയന്തിയ കുന്നുകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കിഴക്കൻ മലനിരകളെക്കുറിച്ച് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത്രയും ചോദ്യങ്ങളാണ് ഏറ്റവും ബേസായിട്ട് ഒരു 10th പ്രിലിംസ് ലെവലിലൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം കൂടുതൽ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ തരുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയായപ്പോൾ നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ഡിവിഷൻസ് കഴിഞ്ഞു. ട്രാൻസ് ഹിമാലയം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു. പിന്നീട് എന്ത് പഠിച്ചു? ഹിമാലയം, പിന്നീട് ഇപ്പോൾ കിഴക്കൻ മലനിരകളും പഠിച്ചു. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ചുരങ്ങളെ പറ്റിയിട്ടാണ്. പ്രധാനപ്പെട്ട ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും കൂടി നിങ്ങൾ ഈ ക്ലാസ്സിൽ അറിഞ്ഞിരിക്കുക. ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും. എന്താണ് ഈ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ? ഉയരമേറിയ പർവ്വതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള വിടവുകളെയാണ് നമ്മൾ ചുരങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങൾ നോക്കാം. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പഠിക്കുന്നത്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുരം, കേരളത്തിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന ചുരമാണ് പാലക്കാട് ചുരം എന്നറിയപ്പെടുന്നത്. കേരളത്തിലേക്കുള്ള കവാടം എന്നാണ് പാലക്കാട് ചുരം അറിയപ്പെടുന്നത്.
അതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്കാണ് ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചുരമാണ് ലിബുലേക്ക് ചുരം. ലിബുലേക്ക് എഴുതിയെടുത്തുകൊള്ളുക. ലിബുലേക്ക് ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിബുലേക്ക് ചുരം? ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിബുലേക്ക് ചുരം എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഏത്? ലിബുലേക്ക് ചുരം. നമ്മുടെ SCERTയിലേക്കുള്ള ചുരങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ലിബുലേക്ക് ചുരം ഉത്തരാഖണ്ഡിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചുരം ഏതാണെന്ന് നോക്കാം. അടുത്ത ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം എന്ന് പറയുമ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്? ലിബുലേക്ക്, ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ചുരം എന്ന് പറയുമ്പോൾ ഹിമാചൽ പ്രദേശിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഷിപ്കില ചുരം എന്ന് പറയുന്നത്. ഷിപ്കില ചുരം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ ലിബുലേക്കും ഷിപ്കില ചുരവും. അടുത്താണ് സോജില ചുരം. പഠിക്കുക. സോജില ചുരം എന്ന് പറയുന്നത് ശ്രീനഗറിനെ കാർഗിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില ചുരം. ശ്രീനഗർ, കാർഗിൽ തുടങ്ങിയ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ സോജില ചുരമാണ്. ഇനി ലിബുലേക്ക് ഏതൊക്കെയായിരുന്നു? ഉത്തരാഖണ്ഡ്, ടിബറ്റ് പ്രദേശങ്ങൾ. ഷിപ്കില ഹിമാചൽ പ്രദേശ്, ടിബറ്റായിരുന്നു. അടുത്ത ചുരം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് നാഥുല ചുരമാണ് നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചുരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചുരങ്ങളാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ SCERTയിലൊക്കെ ഉള്ള പോയിന്റിലുള്ള ചുരങ്ങളാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചുകൊള്ളുക. നാഥുല ചുരം എന്ന് പറയുമ്പോൾ സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രകൃതിദത്തമായ വിടവാണ് എന്ന് പറയുന്നത് നാഥുല ചുരം. സിക്കിമിനെ ടിബറ്റുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചുരങ്ങളാണ്. അതുപോലെ മറ്റ് ചുരങ്ങളുണ്ട്. ബനിഹാൾ ചുരം എന്ന് പറയുമ്പോൾ ജമ്മുവിനെ ശ്രീനഗറുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. പീർപ്പാഞ്ചാൽ പർവ്വതനിരയിലാണ് ഈ ബനിഹാൾ ചുരം സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. കിഴക്കൻ മലനിരകളും ചുരങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നദികളെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ നദികളെ പറ്റിയിട്ടാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നത്. അതുതന്നെ ഹിമാലയൻ നദികളുമുണ്ട്, ഉപദ്വീപീയ നദികളുമുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഫുൾ പോയിൻറ്റ്സ് പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടെലിഗ്രാം ചാനലിൽ അംഗമാകുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ഒരു ദിവസം പോലും ക്ലാസ് മിസ്സാക്കാതെ ഡെയിലി 6:30 നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. ഇത്രയാണ് പറയാനുള്ളത്. താങ്ക്